ഇന്ത്യാനുള്ളത് നമ്മുടെ മതിലകത്തുള്ള MD റോഡ്വേലാണ്ടോ ചേട്ടൻ മുന്നിൽ റെഡി ആയി തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമസ്കാരം. ഏകദേശം ഒരു 3612 ഗ്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെയിൻ ഉണ്ട് എന്നൊക്കെ, പക്ഷെ പെയിനൊന്നുമില്ല. അങ്ങനെ ഹാപ്പിയാണ്. I'm Dr. Arya, maxillofacial surgeon at BU Hair and Cosmetics. Today we have a 35-year-old Manoj. He is concerned about front hairline appearance as well as crown portion. Patient family history of male pattern baldness ഒന്നുമില്ല എന്നാണ് പറയുന്നത്. And he is under medication for hypertension and is under control. ഈ ഒരു കേസിൽ ഏകദേശം 3300 മുതൽ 3500 വരെ ഗ്രാഫ്റ്റുകൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഹെയർ ലൈൻ അത്യാവശ്യം നല്ല ഡെൻസിറ്റിയിലും പിന്നെ ക്രൗണിൽ ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആൻഡ് ഹിസ് ഡോണർ ഏരിയ ഓൾസോ സീംസ് വെരി ഗുഡ്. പ്രൊസീജിയർ ദിവസം രാവിലെ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ടെസ്റ്റ് ഡോസ് എടുത്ത് ഹെയർ ലൈൻ മാർക്ക് ചെയ്യും. തുടർന്ന് മുടി ട്രിം ചെയ്യുന്നതാണ്. The whole procedure is under local anesthesia. 6 to 8 hours long procedure ആയിരിക്കും. So vital signs variations വരുന്നുണ്ടോ നോക്കാനായി മോണിറ്റേഴ്സ് കണക്റ്റഡ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ഡോണർ ഏരിയയിൽ നിന്നും ഹെയർ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതാണ്. ആ സമയം പേഷ്യൻറ്റ് വിൽ ബി ഇൻ പ്രോൺ പൊസിഷൻ, കമന്നായിരിക്കും കിടക്കുന്നത്. 0.6 to 0.8 mm പഞ്ച് ഉപയോഗിച്ചിട്ടാണ് ആദ്യം മുടി ലൂസാക്കുന്നത്. തുടർന്ന് ഫോർസെപ്സ് ഉപയോഗിച്ച് മുടി എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞാൽ ദെൻ സ്റ്റാർട്ട്സ് ഇംപ്ലാന്റേഷൻ. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞാൽ ഒരു 10 minutes ബ്രേക്ക് ഉണ്ടാകും പേഷ്യൻറ്റിന്. ദെൻ സ്റ്റാർട്ട്സ് ഇംപ്ലാന്റേഷൻ. മനോജിന് ഇവിടെ സ്ലിറ്റ് മെത്തേഡിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. സ്ലിറ്റ് മെത്തേഡിൽ ആദ്യം ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ചെറിയ ചാനൽസ് അഥവാ ചെറിയ ഹോൾസ് ഓർ സ്ലിറ്റ് സ്കാൽപ്പിൽ ഇടുന്നു. എക്സ്ട്രാക്ട് ചെയ്ത മുടി ഫോർസെപ്സ് ഉപയോഗിച്ച് സ്ലിറ്റിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇതാണ് പ്രൊസീജിയർ. സ്ലിറ്റ് മെത്തേഡിൽ സിംഗിൾ ഡേയിൽ തന്നെ 3500 ഗ്രാഫ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്യാവുന്നതാണ്. പ്രൊസീജിയറിന് ശേഷം ഡോണർ ഏരിയയിൽ ഒരു ഡ്രസ്സിംഗ് ഉണ്ടാകും. അത് 24 hours ശേഷം പേഷ്യൻറ്റിന് തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. 5 days ആൻറ്റിബയോട്ടിക് പെയിൻ കില്ലേഴ്സ് ടാബ്ലറ്റ്സ് എടുക്കാനുണ്ടാകും. ഡോണർ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ ഓയിൻമെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് 7 days ട്രാൻസ്പ്ലാന്റഡ് ഏരിയ എവറി 15 minutes കൂടുമ്പോൾ സലൈൻ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. 8th day ക്ലോത്ത് വാഷിനായിട്ട് ക്ലിനിക്കിൽ റിപ്പോർട്ട് ചെയ്യണം. നമസ്കാരം. ഏകദേശം ഒരു 3612 ഗ്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെയിൻ ഉണ്ട് എന്നൊക്കെ, പക്ഷേ പെയിനൊന്നുമില്ല. അങ്ങനെ ഹാപ്പിയാണ്. അപ്പോൾ രാവിലെ ഒരു 8:30 എത്തി. ഇപ്പോൾ നമുക്കൊരു 4:30 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാം ട്രാൻസ്പ്ലാന്റേഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാഷ് ഉണ്ട്. അതിന് വരുമ്പോൾ കാണാം.